അപ്പോൾ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. ഞാൻ മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ ഒരു സായിപ്പിനെ പറ്റി. ഈ സായിപ്പ് ജർമ്മൻകാരൻ ചില്ലറക്കാരനൊന്നല്ല കേട്ടോ. അപ്പോൾ പുള്ളി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, എൻ്റെ ചെറിയ ഫാമുണ്ട്, നിന്നെപ്പോലെ വലിയ ഫാമൊന്നും എനിക്കില്ല, ഉള്ളത് ഞാൻ കൊണ്ട് കാണിച്ചു തരാമെന്ന്. പുള്ളിക്ക് ഒരു മിനിറ്റ് ഒഴിവില്ല. ഇയാളുടെ കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ ജപ്പാൻകാരിയാണ്. അപ്പോൾ ഇവരുടെ ജീവിതം തന്നെ ജപ്പാനും ജർമ്മനിയും കൂടി ചേർന്നിട്ടുള്ള ഒരു കൾച്ചറാണ്. ഇതിന് മുൻപ് ഇട്ട വീഡിയോയിൽ മോൺഷായി എന്ന് പറഞ്ഞൊരു സിറ്റി നമ്മൾ കാണിച്ചിരുന്നല്ലോ. അവിടെയുള്ള യൂണിവേഴ്സിറ്റിയിലാണ് പുള്ളി ക്ലാസ് എടുക്കുന്നത്. മാക്സ് പ്ലാനക് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ പുള്ളി ഒരു സീനിയർ സയൻറ്റിസ്റ്റ്. അവിടുത്തെ പുള്ളിയുടെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ സയൻസാണ്. വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് പുള്ളി എപ്പോഴും ഇന്ത്യയിൽ വന്നു പോകും. തമിഴ്നാട്ടിലും കേരളത്തിലും വന്നിട്ടുണ്ട്, തിരുവനന്തപുരം. അപ്പോൾ പുള്ളി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത് 2 മാസത്തിനുള്ളിൽ നമ്മൾ വരണുണ്ട്. സിമ്പിൾ സായിപ്പാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈറ്റിന് ചെറിയ പൈസയുള്ളൂ, 1 മണിക്കൂർ കൊണ്ട് എത്താം. അപ്പോൾ പുള്ളി പറഞ്ഞു, വേണ്ട, എനിക്കിഷ്ടം അതല്ല, ഞാൻ ട്രെയിന് വന്നോളാം എന്നാണ് പറയണേ. എപ്പോൾ വന്നാലും പുള്ളി ഒരു കാര്യം ചെയ്യും, എന്നാൽ നല്ലൊരു സ്റ്റുഡൻറ്റിനെ ഫ്രീ ആയിട്ട് പുള്ളി ഇവിടുന്ന് സെലക്ട് ചെയ്യും. അവിടെ കൊണ്ടുപോയി സ്പെഷ്യൽ ക്ലാസ് കൊടുത്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റും കൊണ്ട് തിരിച്ചു വിടും. നമുക്ക് തോന്നും ഈ സായിപ്പന്മാർ ആൾക്കാർ വില്ലന്മാരാണ്, അതല്ലെങ്കിൽ വലിയ ഗൗരവക്കാരാണ്. ഇയാളെ പോലെ ഇത്ര സിമ്പിളായിട്ടൊരു സായിപ്പ് ഞാൻ കണ്ടിട്ടില്ല. ഇയാളെ പിന്നെ ഇതൊക്കെ വിസിറ്റിങ് കണ്ട ഈ എടുത്തിട്ടുള്ളൊരു ചെറിയൊരു ഫാമാണത്. അതിനകത്ത് ഇല്ലാത്ത ഒരു പരിപാടിയില്ല, ഒക്കെ ഇയാൾ സ്വന്തമായിട്ട് ചെയ്യണം. ഒരാളെയും കൂട്ടി വിളിക്കില്ല. ഭാര്യ ഒന്ന് സഹായിക്കും. മോളാണെങ്കിൽ നന്നായിട്ട് പാടും, പിയാനോ വായിക്കും. ഇപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി മോള് പിയാനോ വായിക്കുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അപ്പോൾ ഏതായാലും ഞാൻ സായിപ്പിനെ ചാക്കിട്ടുണ്ട്, വേറെ ഒന്നിനല്ല. ഇനി അടുത്ത പോക്കിൽ ആളുടെ കൂടെ കൂടണമെങ്കിൽ എന്തെങ്കിലും മെച്ചപ്പാട് കിട്ടിയാലോ. അപ്പോൾ വരാമെന്ന് പുള്ളി ഏറ്റിട്ടുണ്ട്. ഞാനും ആ സന്ദർഭം നോക്കിയിരിക്കണം കേട്ടോ. പറഞ്ഞ് ഞാൻ ഒരുപാട് നീട്ടണില്ല. എനിക്ക് കുറച്ച് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഇതിൻ്റെ ആ ഒരു നമ്മുടെ വീട്ടിൽ കുത്താൻ പറ്റില്ല. അതിനകത്ത് അതുമാതിരി സാധനങ്ങൾ ഉണ്ടാക്കി അത് ഓരോന്നും പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന് സമയം പുള്ളി വളരെ ടൈറ്റ് ആയിരുന്നുണ്ടെങ്കിലും ഉള്ള സമയം കൊണ്ട് പറ്റാവുന്ന മാക്സിമം പറഞ്ഞു തന്ന് സന്തോഷമായിട്ട് വിട്ടേ. ഇടയ്ക്കൊക്കെ പുള്ളി ബാൽക്കണി വരും. അപ്പോൾ നമ്മളും ബാൽക്കണി ചെല്ലും. അപ്പോൾ തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തല്ലേ, അപ്പം മിണ്ടാനും മുറുക്കാനും ഒക്കെ നല്ല കൂട്ടാണ്. വഴിയിൽ എവിടെ വെച്ച് കണ്ടാലും പുള്ളി അപ്പം നീട്ടി വിളിക്കും, ഊയ് മാത്യു. എങ്ങനെയായാലും ഒരു നല്ല ജർമ്മൻ ഫ്രണ്ടിനെ കിട്ടി. ഓരോ യാത്രയിലും നമുക്ക് ഓരോ നമ്പറുകൾ, ഓരോ ഫ്രണ്ട്സ്, ഓരോ നമ്പർ ഓരോ ഫ്രണ്ട്സ് അല്ല, ഒരു 5 ഫ്രണ്ട്സും ഒരു 5 നമ്പറും തന്നെങ്കിലും നമ്മൾ അടിച്ചു മാറ്റണം. അപ്പോഴാണ് സൗഹൃദം വികസിക്കുകയുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര രൂപ ചിലവ് ചെയ്യണം ജർമ്മനിലൊക്കെ പോകണമെങ്കിൽ. പുള്ളിയെങ്ങാനിപ്പോൾ ഗേറ്റ്മാനായിട്ടോ വാച്ച്മാനായിട്ടോ ഒക്കെ നമ്മളെ സെലക്ട് ചെയ്താലും മതി, നമുക്ക് പോവാം. ആ ഒരു സന്ദർഭം നോക്കിയാൽ ഞാനിരിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. തിരക്കായിരുന്നു അവിടെ, നല്ല മഞ്ഞുള്ള സമയമായിരുന്നു, മഴയും കുറേശ്ശെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും മുഴുവൻ ക്ലിയർ ആയിട്ടില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇത് ഒന്ന് വലുതാക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാം അതിലുള്ള ഓരോ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. സായിപ്പ്